ഹലോ ഗൈസ്, എന്നും വർക്കിന് പോകുന്ന സമയത്ത് വിചാരിക്കും ഒരു വ്ളോഗ് ഇടണം, മിനി വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഭയങ്കര മടിയായതുകൊണ്ട് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നാളെ ഗുരുവായൂർ വെഡിങ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇവിടെ ഒരു പുടവയുണ്ട്. ആ പുടവയും കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഗുരുവായൂർ വർക്കിന് പോകുന്നത്. അപ്പോൾ ദിനേശൻ വരാണ്ട് ദിനേശനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ദിനേശെണ്ണം വന്നിരിക്കുകയാണ് ഗൈസ്. ദിനേശൻ്റെ വണ്ടി സർവീസിലായതുകൊണ്ട് ദിനേശൻ്റെ ബൈക്കിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. വണ്ടി കിട്ടിയില്ലല്ലയോ? ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, ലേറ്റായി പോയി. ഒരു ബെണ്ണൊക്കെ കഴിച്ച് ഒരു ബെണ്ണ് വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ 2500 രൂപയ്ക്ക് ടാങ്ക് അടിച്ച് ഫുള്ളാക്കി. നമ്മളങ്ങനെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തി. ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ നമുക്ക് പുടവയുണ്ട്. പുടവ ഫംഗ്ഷൻ എടുത്തിട്ട് നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 7 മണിയാവും. ഞങ്ങൾ ഇനി ഗുരുവായൂർ പോവാം. എടാ ഗുരുവായൂർ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഗുരുവായൂരെത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ എന്നുള്ള കാര്യം മറന്നുപോയി. ഇവിടെ റൂമൊന്നുമില്ല. അങ്ങനെ മൂഞ്ചിയിരിക്കുന്ന അവസ്ഥയാണ്. ഞാനിപ്പോൾ ഒരു കസേരയിട്ട് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. എന്ത് രസം. വണ്ടിക്കകത്ത് കിടന്ന് കുറച്ച് ഉറങ്ങി ഒരു 5:30 ഇപ്പോൾ. എണ്ണിച്ചിട്ട് പല്ല് തേക്കാനും കുളിക്കാനുമുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുക. ദിനേശൻ കണ്ട സാധനം നോക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? പബ്ലിക് ടോയ്ലറ്റ് തൂറാൻ പോകും ഗൈസ്. ഞാനും ദിനേശനും ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. പബ്ലിക് ടോയ്ലറ്റ് തൂറും. ഇന്ന് ഒടുക്കത്തെ തിരക്ക് അമ്പലത്തിൽ. ആദ്യമായിട്ട് ആണ് ഇത്രയും തിരക്ക് കാണുന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ അന്യ തിരക്ക്. ഗൈസ് അടിപൊളി പട്ടിക്കുട്ടി പോലീസിൻ്റെയാണ്. ഫൈനാൻസ് സ്കോഡിൻ്റെ ഡോഗാണ് ഗൈസ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ നേരത്തെ ക്ലൈൻറ്റ് വന്നിട്ടില്ല. ഞങ്ങൾ വന്നിട്ട് 10 മിനിറ്റ്, ഇതുവരെ ക്ലൈൻറ്റ് വന്നിട്ടില്ല. സ്ഥിരമുള്ള പരിപാടിയത്. അങ്ങനെ അവസാനം ക്ലയൻറ്റ് വന്നു. അത്യാവശ്യം സിംഗിൾ നമ്മൾ രാവിലെ കുറച്ച് ടൈം ഉള്ളത് വെച്ച് എടുത്തു. അതിനുശേഷം ഉടനെ തന്നെ താലികെട്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടിയുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഗുരുവായൂർ വന്നവർക്കറിയാം, 5 മിനിറ്റ് പോലും ഇല്ല. ഒരു 2-3 മിനിറ്റ് ഫുള്ള് ചടങ്ങ് കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും പുറത്തിറങ്ങും. അല്ല നാട്ടിൽ നടക്കുന്ന പോലെ പൂജ കർമ്മം അതൊന്നും ഇല്ല. ടക്കെന്ന പരിപാടി. അങ്ങനെ ഗുരുവായൂർ താലി കെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോളിലെത്തി. ഇതാണ് ഹോൾ. പെണ്ണും ചെറുക്കനൊന്നും വന്നിട്ടില്ല. അടുത്ത് ഞങ്ങൾ പെണ്ണിൻ്റെ അടുത്ത ഡ്രസ്സിലുള്ള സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സമയം 2 മണി. അങ്ങനെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു ഗൈസ്. വീട്ടിൽ പോവാം. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 2:30 ആയതേ ഉള്ളൂ. ചെറുക്കനും പെണ്ണും പോയി. ഇനി ഞങ്ങൾ നേരെ കൂടുതൽ പോവാം. അപ്പം നമ്മുടെ വേറൊരു വർക്കിൻ്റെ റിസപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ചെന്ന് ജോയിൻ ചെയ്യണം. ദിനേശാ, നമ്മളെ വർക്കിംഗ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ ഗുരുവായൂർ ഓടി എത്തിയപ്പോഴത്തേനും ബ്രൈഡും ഗ്രൂമും ജസ്റ്റ് സ്റ്റേജിലോട്ട് കയറുന്ന സീനാണ് നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ ഞങ്ങൾ എത്തി. അങ്ങനെ അവിടെ കുറേ DJയും പാട്ടും കേട്ട് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി.